വെൽക്കം ടു ദ ക്രാഷ് കോഴ്സ് ഓൺ UGC NET 2020. എൻ്റെ പേര് മിസ്സാജ്. ഞാനായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ട്യൂട്ടർ. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു MTech സ്റ്റുഡൻ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, സ്പെഷ്യലൈസിങ് ഇൻ ഡിജിറ്റൽ ഇമേജ് കമ്പ്യൂട്ടിംഗ്, കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്താണ് ഇത് ചെയ്യുന്നത്. 2019 ഡിസംബർ 2019 UGC NET ക്രാക്ക് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ട്രയൽ ആസ് വെൽ. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ യൂണിറ്റിലേക്ക് കിടക്കാം. ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഡിസ്ക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. അത് 8 ടോപ്പിക്സാണ് ഇതിനകത്തുള്ളത്. ഫസ്റ്റ് ടോപ്പിക് ഇസ് മാത്തമാറ്റിക്കൽ ലോജിക്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മാത്തമാറ്റിക്കൽ ലോജിക് എന്ന ടോപ്പിക്കിനുള്ളിൽ 6 പ്രധാന സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. പ്രപ്പോർഷണൽ ആൻഡ് പ്രെഡിക്കേറ്റ് ലോജിക്, പ്രപ്പോർഷണൽ ഈക്വലൻസ്, നോർമൽ ഫോംസ്, പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, ടെസ്റ്റഡ് ക്വാണ്ടിഫയേഴ്സ്, റൂൾസ് ഓഫ് ഇൻഫറൻസ് എന്നിവയാണ് അവ. ഇതിൽ നിന്നും നമ്മുടെ എക്സ്പെർട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മുഖേന ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന പാറ്റേൺസ് നോക്കിയിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നെസ്റ്റഡ് ക്വാണ്ടിഫയേഴ്സിനെയും റൂൾ ഓഫ് ഇൻഫറൻസിനെയും തൽക്കാലം നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാറ്റഗറിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള യൂണിറ്റുകൾ, പ്രത്യേകിച്ച് പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്, കൂടുതൽ ഇമ്പോർട്ടൻസ് നോക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് ലോജിക് എന്താണെന്ന് പറയാം. ലോജിക് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബേസിസ് ഓഫ് ഓൾ മാത്തമാറ്റിക്കൽ റീസണിങ്, റൈറ്റ്? ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ലോജിക്ക് വേണമെങ്കിൽ അത് ഈതർ യെസ് ആകണം, അല്ലെങ്കിൽ നോ ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു വാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം, റൈറ്റ്? അപ്പോൾ അങ്ങനെ ഒരു ട്രൂ ഓർ ഫോൾസ് കൊടുക്കാൻ പറ്റുന്ന ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂത്ത് വാല്യൂ ഓഫ് എ പ്രൊപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ അതിനെ T കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ F കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതിനെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും. മറ്റേതിനെ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഇതൊരു പ്രൊപ്പോസിഷനാണ്. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ആസ് ട്രൂ ഓർ ഫോൾസ്. ഈ കേസിൽ അത് ട്രൂ ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. 1 + 1 = 2. അതെന്താണ്? അതും ട്രൂ ആണ്, റൈറ്റ്? ഇനി 1 + 1 = 4. ദിസ് ഈസ് ഓൾസോ എ പ്രൊപ്പോസിഷൻ. വൈ? ബിക്കോസ് 1 + 1 = 4 എന്ന് പറയുന്നത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി പ്രൊപ്പോസിഷൻ അല്ലാത്ത 2 സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞാലോ? വാട്ട് ടൈം ഇസ് ഇറ്റ്? ഇത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇതെന്തായി? ഇറ്റ് ഈസ് നോട്ട് എ പ്രൊപ്പോസിഷണൽ ലോജിക് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഗോ ഔട്ട് ആൻഡ് പ്ലേ, ഇത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു ഓർഡറാണ്, റൈറ്റ്? അപ്പോൾ ഇതും ഒരു പ്രൊപ്പോസിഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇനി ട്രൂത്ത് ടേബിൾ എന്ന് വെച്ചാൽ, ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കമ്പൈലേഷൻ ഓഫ് ഓൾ പോസിബിൾ സിനാരിയോസ് ഇൻ എ ടാബുലർ ഫോമാറ്റ്. അങ്ങനെയല്ലേ? അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തെല്ലാം വരാം, എന്തെല്ലാം ട്രൂ വരാം, ഫോൾസ് വരാം, ഇതിൻ്റെ എന്തെല്ലാം കോമ്പിനേഷൻസ് വരാം, ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? 3 രീതിയിൽ ചെയ്യാം. ഒന്ന് നെഗേഷൻ, കൺജങ്ഷൻ, ഡിസ്ജങ്ഷൻ. നെഗേഷൻ എന്ന് വെച്ചാൽ ഇതൊന്നും പറയുന്നതിൻ്റെ ആവശ്യം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. നെഗേഷൻ ഓഫ് P വിച്ച് ഇസ് ഡിനോട്ടഡ് ബൈ നോട്ട് P. അപ്പോൾ ഇതിനകത്ത് P അല്ലാത്ത കേസസ്, അപ്പോൾ അതെന്തായി? നോട്ട് P എപ്പോഴും P ട്രൂ ആണെങ്കിൽ നോട്ട് P ഫോൾസ് ആയിരിക്കും, P ഫോൾസ് ആണെങ്കിൽ നോട്ട് P ട്രൂ ആയിരിക്കും. അതാണ് അതിൻ്റെ ട്രൂ ടേബിൾ കാണിക്കുന്നത്. പിന്നെയുള്ളത് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 പ്രൊപ്പോസിഷൻസ് P ആൻഡ് Q എടുത്താൽ അത് ഡിനോട്ട് ചെയ്യുന്നത് P ആൻഡ് Q എന്നായിരിക്കും. ആൻഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ആംഗുലറാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആകണമെങ്കിൽ Pയും Qവും ട്രൂ ആണെങ്കിൽ മാത്രമേ P ആൻഡ് Q ട്രൂ ആവുള്ളൂ. അതർവൈസ് ഇറ്റ്സ് ഫോൾസ്. ഇത് നമ്മൾ നോർമൽ ബൂലിയൻ ആൾജിബ്ര, ഇപ്പോൾ 0, 1 വെച്ചിട്ട് ചെയ്യില്ലേ, അതേപോലത്തെ കാര്യമാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ജങ്ഷൻ ഓപ്പറേഷൻ ഉണ്ട്, വിച്ച് ഇസ് P ഓർ Q. അപ്പോൾ അത് ട്രൂ ആകണമെങ്കിൽ
ഏതെങ്കിലും ഒന്ന് പി അല്ലെങ്കിൽ ക്യൂ ട്രൂ ആയാൽ മതി, അല്ലെങ്കിൽ ബോത്ത് ട്രൂ ആയാലും ഇതിൻ്റെ വാല്യൂ എപ്പോഴും ട്രൂ ആയിട്ട് തന്നെ ഇരിക്കും. രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഈ പി ഓർ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസായി വരത്തുള്ളൂ. പിന്നെയും ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, ഇംപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ബേസിസിൽ ക്വസ്റ്റ്യൻസ് അധികം വന്നിട്ടില്ല. ഇംപ്ലിക്കേഷൻ പറയാനുള്ളതാണ്. ദാറ്റ് ഇസ് പി ഗിവ്സ് ക്യൂ, പി ഒരു ആരോ മാർക്ക് ക്യൂ ഇങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഫ് പി ദെൻ ക്യൂ എന്നാണ്. ഓക്കെ, ആ ഇംപ്ലിക്കേഷനെയാണ് പറയുന്നത്. അതായത് പി ഗിവ്സ് ക്യൂ, ഇതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. കാരണം എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇഫ് പി ദെൻ ക്യൂ എന്നല്ലേ വരുന്നത്. ഇനി അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ പി ട്രൂവും ക്യൂ ഫാൾസും ആകുമ്പോൾ മാത്രമാണ് പി ഇംപ്ലൈസ് ക്യൂ ഫാൾസ് ആകുന്നത്, ഓർ പി ഗിവ്സ് ക്യൂ ഫാൾസ് ആകുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അത് ട്രൂ ആയിരിക്കും. ഈ പി ഇംപ്ലൈസ് ക്യൂ തന്നെ പല രീതിയിൽ പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് പി ദെൻ ക്യൂ, പിന്നെ പി സഫിഷ്യൻറ്റ് ഫോർ ക്യൂ, ക്യൂ വെൻ പി, പിന്നെ വേറൊരു രീതിയാണ് പി ഓൺലി ഇഫ് ക്യൂ. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസിൽ പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് ഒരു ഓപ്പറേഷൻ ഉള്ളതാണ് ബൈ കണ്ടീഷണൽ ഓർ ഡബിൾ ഇംപ്ലിക്കേഷൻ, വിച്ച് മീൻസ് പി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഉണ്ടാവും. ഓക്കെ, പി ഇംപ്ലൈസ് ക്യൂവിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന്. ദറ്റ് ഇസ് പി ഡബിൾ ആരോ ക്യൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് മീൻസ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, വിച്ച് മീൻസ് അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. അപ്പോൾ പി ക്യൂവിനെ ഇംപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഇഫ് പി ദെൻ ക്യൂ ആവണം, ഇഫ് ക്യൂ ദെൻ പിയും ആകണം. എന്നാൽ മാത്രമേ അത് ബൈ ഇംപ്ലിക്കേഷൻ ആകത്തുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോൾ ഇഫ് പി ദെൻ ക്യൂ ആൻഡ് കോൺവേഴ്സ്ലി ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ പി ഐ എഫ് എഫ് ക്യൂ ഇങ്ങനെയും പറയാം. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെങ്കിൽ കാണാം, നമ്മൾ എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ കണ്ടില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. എക്സോറിൽ നമ്മൾ എഫ് ടി ടി പി ആയിരുന്നു, റൈറ്റ്. അതായത് ട്രൂവും ഫോൾസും ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ പി ട്രൂ ആകുമ്പോഴും ക്യൂ ഫോൾസ് ആകുമ്പോൾ അങ്ങനെ വരെ ഓൾട്ടർനേറ്റീവ്ലി വരികയാണെങ്കിൽ പി എക്സോർ ക്യൂ ട്രൂ ആയിരുന്നു. ഇവിടെ നേരെ തിരിച്ച് ട്രൂവും ഫോൾസും ആണ് കോമ്പിനേഷൻസ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫോൾസും ട്രൂ ആണ് കോമ്പിനേഷൻസ് വരുന്നതെങ്കിൽ പി ബൈ ഇംപ്ലിക്കേഷൻ ക്യൂ ഫോൾസായി വരും, അല്ലാത്തപ്പോഴാണ് ട്രൂ ആകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് റൂൾസാണ്. അതായത് മോസ്റ്റ്ലി UGC നെറ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമാണ് ഡി മോർഗൻസ് ലോ. ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്ജങ്ഷൻ ആൻഡ് കൺജങ്ഷൻ ഓപ്പറേഷൻ കണ്ടില്ലേ, അതിനകത്ത് നെഗേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലിയർലി കാണാം, നോട്ട് ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഓരോ വേരിയബിളിനും നമ്മൾ നോട്ട് കൊടുക്കുന്നു, നെഗേഷൻ കൊടുക്കുന്നു. അതായത് നോട്ട് ഓഫ് പി, പിന്നെ നോട്ട് ഓഫ് ആൻഡ്, നോട്ട് ഓഫ് ക്യൂ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? നോട്ട് ഓഫ് പി, നോട്ട് ഓഫ് ആൻഡ് ഓർ ആണ്. അപ്പോൾ നോട്ട് ഓഫ് പി ഓർ നോട്ട് ക്യൂ. ഓക്കെ, ഇങ്ങനത്തെ ഒരു എക്സ്പാൻഷനെയാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. ഇതേപോലെ ഡിസ്ജങ്ഷൻ ഓപ്പറേഷനും കൊടുക്കാം, നോട്ട് ഓഫ് പി ഓർ ക്യൂ വിച്ച് ഇസ് നോട്ട് ഓഫ് പി ഓർ നോട്ട് ക്യൂ. ഇനി കുറച്ച് സ്പെഷ്യൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയും കൂടി പറയണം. ഇവിടെ നമ്മൾ നേരത്തെ പി ഇംപ്ലൈസ് ക്യൂ കണ്ടില്ലേ, ദാറ്റ് ഈസ് ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇൻവേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് ഓപ്ഷൻസിൽ കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ്, ഇൻവേഴ്സ് എന്നൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് വിൽ ബി ക്യൂ ഇംപ്ലൈസ് പി. അതായത് ഇഫ് പി ദെൻ ക്യൂ ൻ്റെ കോൺവേഴ്സ് ആണ് ഇഫ് ക്യൂ ദെൻ പി. അതേപോലെ കോൺട്രാപോസിറ്റീവ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്തായിരിക്കും? നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി. അതായത് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ഓക്കെ, ഇഫ് പി ദെൻ ക്യൂവിൻ്റെ ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി, അതാണ് കോൺട്രാപോസിറ്റീവ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ പി ദെൻ ക്യൂ, അതറിയാമല്ലോ, ഇതിൻ്റെ നെഗേഷനാണ് ഇൻവേഴ്സ്. ദാറ്റ് ഈസ് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ. ഓക്കെ, ഇത് സിമ്പിൾ അല്ലേ?
ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രൊപ്പോസിഷണൽ ഇക്വലൻസസ്. അതായത് രണ്ട് പ്രൊപ്പോസിഷൻ ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഒരു പ്രൊപ്പോസിഷന് ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവും, വേറൊരു പ്രൊപ്പോസിഷന് അതിൻ്റേതായ വേറൊരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ദേ ബോത്ത് ആർ ഇക്വലൻറ്റ്. അത്ര സിമ്പിളാണിത്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് ടൈപ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് പ്രൊപ്പോസിഷൻസ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ട്രൂത്ത് വാല്യൂസ്. ഇപ്പോൾ ഒരു പ്രൊപ്പോസിഷൻ അതിൻ്റെ ട്രൂത്ത് ടേബിളിൽ എപ്പോഴും ട്രൂ ആണെങ്കിൽ, അത് ഏത് കേസിലും ട്രൂ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു പ്രൊപ്പോസിഷന് ടോട്ടോളജി എന്ന് പറയും. ഓക്കെ, അതിന് ഡിനോട്ട് ചെയ്യുന്നത് പി ഓർ നോട്ട് പി എന്നാണ്. അതെന്താ നമുക്ക് കാണാം. പിക്ക് വാല്യൂ നമ്മൾ 0 കൊടുത്തു, നോട്ട് പി എന്തായിരിക്കും 1. അപ്പോൾ 0 ഓർ 1 ഇസ് ഓൾവേസ് 1. അതേപോലെ 1 ഓർ 0 ഇസ് ഓൾവേസ് 1. അപ്പോൾ എന്തായി? പ്രൊപ്പോസിഷൻ ഇസ് ഓൾവേസ് ട്രൂ. ഇതിനെയാണ് ടോട്ടോളജി എന്ന് പറയുന്നത്. അതേപോലെ കോൺട്രഡിക്ഷൻ നോക്കുക. കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസിഷൻ വിച്ച് ഇസ് ഓൾവേസ് ഫാൾസ്. പി ആൻഡ് നോട്ട് പി, 0യും 1ഉം കൊടുത്ത് നോക്കാം. 0യും 1 എന്ന് പറഞ്ഞാൽ പി 0 ആണെങ്കിൽ നോട്ട് പി 1 ആയിരിക്കും. അതെങ്ങനെയായാലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ പി 0 ആൻഡ് നോട്ട് 1 എന്ന് 0 ആൻഡ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് 0 ആണ്. 1 ആൻഡ് 0യും 0 തന്നെയാണ്. റൈറ്റ്. ഇനി ട്രൂ ഫാൾസ് ഇട്ട് നോക്കൂ. ട്രൂ ആൻഡ് ഫാൾസ്, ഇറ്റ് ഇസ് ഫാൾസ്. ഫാൾസ് ആൻഡ് ട്രൂ, ഇറ്റ് ഇസ് അഗെയിൻ ഫാൾസ്. അപ്പോൾ ആ പ്രൊപ്പോസിഷൻ എന്തായി? കോൺട്രഡിക്ഷനായി. ഇനി കണ്ടിജൻസി. കണ്ടിജൻസി എന്ന് വെച്ചാൽ ടോട്ടോളജി അല്ല, കോൺട്രഡിക്ഷനും അല്ലാത്തതിനേക്ക് കണ്ടിജൻസി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പി ഓർ ക്യൂ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ട് പ്രൊപ്പോസിഷൻസ് പി ആൻഡ് ക്യൂ അത് ലോജിക്കലി ഈക്വലൻ്റ് ആകണമെങ്കിൽ പി ബൈ ഇംപ്ലിക്കേഷൻ ക്യൂ ഓർ ബൈ ഇംപ്ലൈസ് ക്യൂ എന്തായിരിക്കണം? അതൊരു ടോട്ടോളജി ആയിരിക്കണം. അതായത് പി ഇംപ്ലൈസ് ക്യൂവും ക്യൂ ഇംപ്ലൈസ് പിയും കൂടി ഒരുമിച്ച് ചേരുമ്പോഴത്തേക്ക് അതൊരു ടോട്ടോളജി ആയിരിക്കണം. ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പി ട്രിപ്പിൾ ഈക്വൽസ് ക്യൂ. ഇനി രണ്ട് പ്രൊപ്പോസിഷൻസ് ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഒന്നെന്ന് വെച്ചാൽ യൂസിങ് ട്രൂത്ത് ടേബിൾസ്. ഫസ്റ്റ് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുന്നു, സെക്കൻഡ് പ്രൊപ്പോസിഷൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ ദേ ആർ ലോജിക്കലി ഈക്വലൻ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ് ഇസ് യൂസിങ് എസ്റ്റാബ്ലിഷ് ലോജിക്കൽ ഇക്വലൻസസ്. അതായത് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ഇക്വലൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ യൂസേജ് വെച്ചിട്ട് നമ്മൾ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്തെടുക്കും. സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്തായിരിക്കുമെന്ന് നമ്മൾ ഗെസ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. ലോജിക്കൽ ഇക്വലൻസ് ആണോ അല്ലേ എന്ന് കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കോംപ്ലക്സ് പ്രൊപ്പോസിഷണൽ എക്സ്പ്രഷൻസിലാണ്. അതുകൊണ്ടാണ് അതിനെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരുന്നത്. കുറച്ച് ലോസ് കണ്ടല്ലോ, ഐഡൻറ്റിറ്റി ലോസ്, ഡോമിനേഷൻ ലോസ്, ഐഡംപൊട്ടൻറ്റ് ലോസ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഡിഫൈൻ ചെയ്ത കുറച്ച് ലോസാണ്. ഇനി ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലോസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡി മോഗൻസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. നെഗേഷൻ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ലോസാണ്. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ, നമ്മളെപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു ലോ ആണ് പി ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വലൻ്റ് ടു വാട്ട്? പി ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വലൻ്റ് ടു നോട്ട് പി ഓർ ക്യൂ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് പലതും പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. യൂഷ്വലി നെറ്റ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. ചിലപ്പോൾ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണാമല്ലോ, പി ഇംപ്ലൈസ് ക്യൂ വിച്ച് ഇസ് ഈക്വലൻ്റ് ടു നോട്ട് പി ഓർ ക്യൂ. This is called the first equivalence of conditionals. Okay, example കാണാം, show that not of p implies q അത് equivalent to p and not q ആണെന്ന്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ നടക്കുന്നത്? ആദ്യം p implies qനെ എക്സ്പാൻഡ് ചെയ്തു, എന്താക്കി? നോട്ട് പി ഓർ ക്യൂ ആക്കി. എന്നിട്ട് അതിനകത്ത് നെഗേഷൻ ലോ അപ്ലൈ ചെയ്തു. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്ക് ഫൈനലി നമുക്ക് LHS = RHS കിട്ടിയില്ലേ? ദിസ് ഇസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണാം, നമുക്ക് ഒരു എക്സ്പ്രഷൻ തന്നിരിക്കും, ദിസ് ഇസ് ഈക്വലൻ്റ് ടു ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ലോസ് ഉപയോഗിച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇതിനകത്ത് നമുക്ക് ആകെ ഓർത്തിരിക്കേണ്ട ഒന്നെന്ന് വെച്ചാൽ പി ഇംപ്ലൈസ് ക്യൂ എന്താണ് ഈക്വലൻ്റ് ടു വാട്ട് ആൻഡ് പി ബൈ ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വലൻ്റ് ടു വാട്ട്. അതെന്തായിരിക്കും? പി ബൈ ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വലൻ്റ് ടു പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി.
അങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ പി ഇംപ്ലൈസ് ക്യൂയും ക്യൂ ഇംപ്ലൈസ് പിയും ഫർദർ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഇസ് നോർമൽ ഫോംസ്. ഇത് രണ്ട് ടൈപ്പിലുണ്ട്. കൺജക്റ്റീവ് നോർമൽ ഫോമുണ്ട്, ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമുണ്ട്. ദിസ് മീൻസ് ദാറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് പ്രൊപ്പോസിഷൻസ്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെല്ലാം കണക്ട് ചെയ്യുന്നത് ഓർ ഓപ്പറേഷൻ ആണെങ്കിൽ അതിനെ ഓർ ഓപ്പറേഷൻ, റൈറ്റ്, അതിനെ ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. ഈ കണക്റ്റീവ്സ് എല്ലാം ആൻഡ് ആണെങ്കിൽ അതിനെ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് പറയും. ഈ എക്സാമ്പിൾ നോക്കണേ. ഇതിനകത്ത് എ ഓർ നോട്ട് ബി ഓർ നോട്ട് സി, ഇതെല്ലാം അത് ഒരു സെക്ഷനാണ്, അതൊരു ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നോട്ട് ഡി ഓർ ഇ ഓർ എഫ്, അത് വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് ഓപ്പറേഷനാണ്, റൈറ്റ്, ദാറ്റ് ഈസ് കൺജങ്ഷൻ ഓപ്പറേഷനാണ്. അപ്പോൾ ഇതെന്താ? ഇറ്റ് ഈസ് എ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം. സെക്കൻഡ് എക്സാമ്പിളും എ ഓർ ബി, അതൊരു ബ്രാക്കറ്റിലായതുകൊണ്ട് അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് കണക്കാക്കണം. ആൻഡ് സി വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനെ കണക്ട് ചെയ്യുന്നത് ആൻഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം. നെക്സ്റ്റ് എക്സാമ്പിൾ എ ഓർ ബി. എ ഓർ ബി പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ബൈ ആൻഡ്, റൈറ്റ്. അപ്പോൾ അത് കൺജങ്ക്റ്റീവ് നോർമൽ ഫോം അല്ല, പക്ഷേ അത് ഡിസ്ജങ്ക്റ്റീവ് നോർമൽ ഫോമാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ എ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു നോർമൽ ഫോമാണ്. കണക്റ്റീവ്സ് ഒന്നും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ഓൾസോ ഇൻ എ നോർമൽ ഫോം. ആ സ്ലൈഡിൽ ഒരു ചെറിയ എറർ ഉള്ളതെന്ന് വെച്ചാൽ എക്സാമ്പിൾ പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നില്ലേ, അപ്പോൾ അവിടെ എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ ഇൻ കൺജങ്ക്റ്റീവ് നോർമൽ ഫോം എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി കൺജങ്ക്റ്റീവ് അവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ ഇൻ നോർമൽ ഫോം, ഇത്രേ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കാണ് പ്രെഡിക്കേറ്റ് ലോജിക്. പ്രെഡിക്കേറ്റ് ലോജിക്കിനകത്ത് വരുന്ന കാര്യമാണ് ക്വാണ്ടിഫയേഴ്സ്. ആദ്യം നമുക്ക് പ്രെഡിക്കേറ്റ് ലോജിക് എന്താണെന്ന് പറയാം. പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രൊപ്പോസിഷണൽ ലോജിക് ആക്ച്വലി. അതായത് പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫാൾസ് ആകണം, അതിനെ റെപ്രസെൻ്റ് ചെയ്യണം, ഇതൊക്കെയല്ലേ പ്രൊപ്പോസിഷൻ ലോജിക്ക്. അപ്പോൾ വെറും പ്രൊപ്പോസിഷൻ ലോജിക്ക് വെച്ച് മാത്രം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതിനൊക്കെയാണ് പ്രെഡിക്കേറ്റ് ലോജിക് ഉപയോഗിച്ച് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3. അപ്പോൾ ഇത് ഒരിക്കലും വെറും ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രെഡിക്കേറ്റ് ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിന് 2 പാർട്സ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നതനുസരിച്ച് ട്രൂത്ത് ടേബിൾ മാറാം, റൈറ്റ്. എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ മാത്രമാണ് അത് ട്രൂ ആകുന്നത്, എൽസ് ഇറ്റ് ഈസ് ഫാൾസ്, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ 2 പാർട്സ് എന്തൊക്കെയാണ്? സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് എക്സ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 3, അതാണ് ഇവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വാണ്ടിഫയേഴ്സ് എന്താണെന്ന് പറയാം. ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റിൻ്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് സിമ്പിൾസാണ് ക്വാണ്ടിഫയേഴ്സ്. നമുക്ക് ഡെഫിനിഷനിൽ കാണാം, ക്വാണ്ടിഫയേഴ്സ് are used to express the extent to which a predicate is true over a range of elements. അതായത് ഇപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3 ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏത് റേഞ്ചിലാണ് ട്രൂ ആകുന്നത് അതിനെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസാണ് ക്വാണ്ടിഫയേഴ്സ്. 2 ടൈപ്പിലെ ക്വാണ്ടിഫയേഴ്സ് ഉണ്ട്. യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ്. ആദ്യം നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫയേഴ്സ് എന്താണെന്ന് നോക്കാമേ. യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റേഞ്ച് കൊടുത്താൽ ആ റേഞ്ചിലുള്ള എല്ലാ വാല്യൂസിനും ആ ഒരു പ്രെഡിക്കേറ്റ് ഒരേപോലെ എഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ട്രൂ ആയിരിക്കും. അതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ആ സ്റ്റേറ്റ്മെൻറ്റ് കാണാം. യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പി ഓഫ് എക്സ് ഇസ് പി ഓഫ് എക്സ് ഫോർ ദറ്റ് ഇസ് പി ഓഫ് എക്സ്. എന്താണ് പി ഓഫ് എക്സ് എന്ന്? ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3, ആ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 3 ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഇൻ ദ ഡൊമെയിൻ. ഓക്കെ, ഇപ്പം നൊട്ടേഷൻ എങ്ങനെയാണ്? എയിനെ തലകുത്തി എഴുതിയിരിക്കുന്നതാണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫിക്കേഷൻ്റെ സിമ്പൽ. അപ്പം ഫോർ ഓൾ പി ഓഫ് എക്സ്, ഫോർ ഓൾ എക്സ് കോമ പി ഓഫ് എക്സ്, ഇങ്ങനെ പറയാം. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്, അതായത് ഫോർ ഓൾ എക്സ് കോമ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3.
അങ്ങനെയായിരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്നത്. നെക്സ്റ്റ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് എന്താണെന്ന് പറയാം. ഇത് യൂസ് വരുന്നത് ചില മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു എലമെൻറ്റിന് ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും, ഓർ ഒരു എലമെൻറ്റിന് ആ ഒരു പ്രെഡിക്കേറ്റ് വാലിഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ഓർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ഇനെ തിരിച്ചിടുന്ന ഒരു സിമ്പൽ ഉണ്ടല്ലോ, ആ സിമ്പലാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡിനോട്ട്സ് or can be read as there exists an element x in the domain such that p of x, if x is greater than 3, there exists an element x in the domain such that x is greater than 3. അപ്പോൾ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള പ്രെഡിക്കേറ്റിൽ നമുക്ക് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും യൂസ് ചെയ്യാം, എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും യൂസ് ചെയ്യാം. പക്ഷേ ചില കേസസ് ഉണ്ടാവും അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇ ഓഫ് ഓർ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് പി ഓഫ് എക്സ് മാത്രമായിരിക്കും വാലിഡ്, യൂണിവേഴ്സലി അത് വാലിഡ് ആവില്ല. അടുത്ത ട്രൂത്ത് ടേബിൾ നോക്കണേ. ഇപ്പോൾ ഫോർ ഓൾ പി ഓഫ് എക്സ് അത് നോക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് ഇസ് ട്രൂ ഫോർ ഓൾ എക്സ്, അതാണ് അതിൻ്റെ ട്രൂത്ത് ടേബിൾ പറയുകയാണ്. ട്രൂ ആകുന്നത് പി ഓഫ് എക്സ് ഇസ് എക്സ് ഫോർ ഓൾ എക്സ്, എക്സിൻ്റെ ഏത് വാല്യൂവിനും പി ഓഫ് എക്സ് ട്രൂ ആയിരിക്കും. ഫോൾസ് ആകുന്നത് എപ്പോഴാണ്, ദർ ഇസ് ആൻ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഇസ് ഫോൾസ്. ഓക്കെ, ഇതേപോലെ ഫോർ ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എക്സ് ഇൻ പി ഓഫ് എക്സ്, അതെപ്പോഴാണ് ട്രൂ ആകുന്നത്, ദർ ഇസ് ആൻ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഇസ് ട്രൂ, ബിക്കോസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റ് വെയർ പി ഓഫ് എക്സ് ഇസ് ട്രൂ, അപ്പോഴാണ് ഫോർ എവറി പി ഓഫ് എക്സ് അത് ട്രൂ ആകുന്നത്. ആ സമയത്ത് പി ഓഫ് എക്സ് ഇസ് ഫോൾസ് ഫോർ ഓൾ എക്സ്, അത് സിമ്പിളാണ്. ഫോർ ഓൾ എക്സിന് ഫോർ ഓൾ എക്സ് ആയിരിക്കും ട്രൂ ആകുന്നത്. ഫോർ എവറി പി ഓഫ് എക്സിന് ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ എലമെൻറ്റിനായിരിക്കും അത് ട്രൂ ആകുന്നത്. മറ്റേതിൽ തിരിച്ച് വന്നാൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആയിരിക്കും, ഫോർ എവറി പി ഓഫ് എക്സും ഫോൾസ് ആയിരിക്കും. അഗൈൻ പ്രെഡിക്കേറ്റ്സ് ആൻഡ് ക്വാണ്ടിഫയേഴ്സിൽ ലോജിക്കൽ ഇക്വലൻസസും നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ്, അവരുടെ ട്രൂത്ത് ടേബിൾസ് ഈക്വൽ ആണെങ്കിൽ. ഇപ്പോൾ 2 വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വലൻസസ് ആണ്, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുണ്ടായിരുന്നു, ഡിസംബർ 2019 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് പ്ലെയിൻ എക്സ്പാൻഷൻ ആയിരുന്നു, എന്നിട്ട് അത് ഇക്വലൻ്റ് ആണോ എന്ന് ചോദിച്ചു. ദറ്റ് ഈസ് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, സോറി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആൻഡ് ഫോർ ഓൾ എക്സ് ക്യൂ ഓഫ് എക്സ്, ഇത് ഒരു ലോജിക്കൽ ഇക്വലൻസ് ആണ്. പക്ഷേ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ് അത് ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതേപോലെ ലോജിക്കലി ഇക്വലൻ്റ് ആയ വേറൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ എവറി എക്സ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് എക്സ്. നോട്ട് ചെയ്യണം ആൻഡിൻ്റെ ഓറിൻ്റെ ഓപ്പറേഷൻസ് എവിടേക്കാണ് വരുന്നതെന്ന്. ഫോർ ഓളിൻ്റെ കൂടെയാണ് കൺജങ്ഷൻ ഓപ്പറേഷൻ വരുന്നത്, ഫോർ എവറി യുടെ കൂടെയാണ് ഡിസ്ജങ്ഷൻ ഓപ്പറേഷൻ വരുന്നത്. ഇത് രണ്ടുമാണ് വാലിഡ് ആയിട്ടിരിക്കുന്നത്, ഇതല്ലാത്തതെല്ലാം ഇൻവാലിഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. ബൈ.